അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമ്മളൊരു ഡോണറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഡോണറ്റ് ഉണ്ടാക്കുന്ന തിരക്കാണ് ഗൈസ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അപ്പം ഡോണറ്റ് കൊയ്ക്കുന്ന എക്സ്പ്രഷനൊക്കെയാണ്. അത് ഉണ്ടാക്കിയില്ലെങ്കിലോ ചെയ്യുക, എക്സ്പ്രഷൻ എൻ്റെ തല എന്നോട് ഇങ്ങനെ പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് യൂട്യൂബിൽ അതുണ്ടാക്കണം. എനിക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടാക്കിയാലോ തിന്നാലോ എന്നൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് നൈറ്റ് ക്രേവിങ്സ് ഒന്നും വരില്ല. ലൈക്ക് എനിക്ക് യൂട്യൂബൊക്കെ കാണൂലേ, നമ്മൾ ഇങ്ങനെ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കടന്ന് ഫോൺ കാണുമ്പോഴൊക്കെ അപ്പത്തേനും ഇതിനായി വന്നിട്ടുണ്ട്. കുറച്ച് ഡാൻസൊക്കെ ആവാം. ഇത് മിക്സ് ചെയ്യട്ടോ ഗൈസ്. അപ്പം മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഡോണറ്റ്. മറ്റേ താജ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ഓരോ പ്രൊഫൈല് മറ്റേ ഡോണറ്റ് ഇങ്ങനെ കണ്ണീർ വെച്ചിട്ടുള്ള സംഭവമാണ്. അത് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അത് ചെയ്താലോ എന്ന് തോന്നിയത്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്, ഡോണറ്റ് പിടിച്ച് കണ്ണിൽ വെച്ചത്. ഇനി കുറേ ദേഷ്യം പിടിക്കൽ സീൻസാണ് നിങ്ങൾ കാണുന്നത്. കുറേ ചിരിക്കും, കുറേ കരയും, കുറേ ദേഷ്യപ്പെടും, ഒക്കെ കൂടി മിക്സായിട്ടുള്ള ജന്തുവാണ് ഞാൻ. അപ്പം കണ്ടിട്ട് നിങ്ങൾ അതിശയപ്പെടരുത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ആ ഡോണറ്റ് ഞാൻ ഉണ്ടാക്കിയത് ഗൈസ്. അപ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ പറയണമെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എന്തൊക്കെ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ വൃത്തീൻ്റെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് പിരാന്താണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഈ ഡോണറ്റും എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് നല്ല വൃത്തിക്ക് ഉണ്ടാക്കണം. നമ്മൾ കഴിക്കുന്നതല്ലേ, അപ്പം അതിൻ്റേതായ വൃത്തിക്ക് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഉരുട്ടുക കുഴയ്ക്കുക അതിൻ്റെ ഇടയിൽ അങ്ങോട്ടോ പോയല്ലോ. ഇവിടെ ഉണ്ട്. ചീത്ത പറയുകയാണ് എന്ന് തോന്നുന്നു. കുറേ ചിരിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്. ചീത്ത പറയുകയാണ്. അപ്പം ചീത്ത പറയാൻ പണ്ടേ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് എനിക്കൊരു മടിയും കൂടാതെ ചീത്ത പറയാൻ കഴിയും. അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ടോ പോയിക്കണല്ലോ. എനിക്ക് പ്രാന്താണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് പോകും വരും, അങ്ങനെയാണ്. വെള്ളം കുടിക്കാൻ പോയതാണെന്ന് തോന്നുന്നു. വെള്ളം കുടിച്ച് വന്നിട്ട് അപ്പം കുറേ ചിരിച്ച് വർത്താൻ പറഞ്ഞു. ഇനായിനോട് പറയാം. ഇനായും ഓരോ ബാലുശ്ശേരിയിൽ നിന്ന് വന്നപ്പോൾ ബസ്സിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം ലജി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. ആ വെള്ളം എടുത്ത് ഇനായും പുറത്ത് വെച്ചു. അതിന് ലജി ഓളം മേത്തേക്ക് വെച്ചു. ഗൈസ്, ഞാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടറിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് കഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഇത് കണ്ടിട്ടൊന്ന് ഒരു ലൈക്കെങ്കിലും തന്നാൽ എനിക്ക് സന്തോഷമാവുമായിരുന്നു. ബട്ട് നിങ്ങൾ ലൈക്ക് തരുന്നില്ല. നിങ്ങൾ ലൈക്ക് തരൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഐ വാണ്ട് ദാറ്റ്. നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. അപ്പം കോലോണൊക്കെ കുത്തിക്കിട്ടുണ്ട് ഞാൻ. ചോക്ലേറ്റ് കിട്ടാത്ത ദേഷ്യം കാണിക്കുന്നുണ്ട്. ചോക്ലേറ്റ് എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഗൈസ് കിട്ടിയത്. അപ്പം ഇന്നാണ് എനിക്ക് ചോക്ലേറ്റ് കിട്ടിയത്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മിയാളാമ്മ ആൻഡ് ആയിഷു വരുന്നത്. ബട്ട് ഇപ്പം ഒരു വന്നിട്ടില്ല. ഒരു വരാൻ ഉള്ള സമയമാവുന്നേ ഉള്ളൂ. അപ്പം ഗായ്സ്, ഇപ്പം എനിക്ക് പ്രൊമോഷനും കൊളാബൊന്നും വരുന്നില്ല വിചാരിക്കും. ഇനി നെക്സ്റ്റ് വീഡിയോ എല്ലാവരും ചോദിച്ചു റെനാൻ്റെ ലൈക്ക് മേക്കപ്പ് ചെയ്യണ വീഡിയോസൊക്കെ ഒന്ന് എനിക്ക് കാണണോ, നമുക്ക് റെനൻ്റെ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയൽ കാണണോ, അത് ഒന്ന് എന്നൊക്കെ പറയാം. എൻ്റെ അടുത്ത് ആ മേക്കപ്പിനുള്ള ടൈപ്പ് സാധനങ്ങളൊന്നും ഇല്ല. ഐലൈനർ മിനുൻ്റെ കാണാനില്ല. പിന്നെ എനിക്കുള്ളത് ആകെ ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസ് ഇല്ല. അതിന് പകരം ഞാൻ ലിപ് ബാമാണ് ഇടണത്. അപ്പം അതൊക്കെ ഞാൻ ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഇടയിൽ ഡോണറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയിൽ കുറേ എണ്ണുണ്ട്.
എന്തെങ്കിലും ആൾക്കാരുണ്ട്, അത് എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ എണ്ണുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 9 ആൾക്കാരാണുള്ളത്. കറക്റ്റ് 9 തികച്ചു ഞാൻ ചെറുതാക്കിയിട്ട് ബട്ട് 10 വേണ്ടി വന്നു. എന്താ വെച്ചാൽ അമേളം ആശും വന്നു. അപ്പം എണ്ണം കൂടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇന്ത്യൻ്റെ പകുതി ബാപ്പയ്ക്ക് എടുത്ത് വെച്ചാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഓട്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ സംഭവം എത്ര വിചാരിച്ചിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കാൻ കഴിയില്ല. എത്ര പെട്ടെന്ന് ഡോണറ്റാക്കി തീർക്കും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് തന്നെ ഇറങ്ങിയത്. എനിക്ക് ഇഷ്ടപ്പെടില്ല. ലാസ്റ്റ് അതാ ആ ഡോണറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ആ പാത്രം കേക്ക് വെക്കാൻ പോവാണേ. ഇനി ലാസ്റ്റ് ഒക്കെ ഒന്ന് ഷേപ്പാക്കുകയാണ് ലാസ്റ്റ്. ഇനി അതെടുത്ത് ഫ്രിഡ്ജിലേക്കാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അതെന്താ വെച്ചാൽ ഇന്ന് ചോക്ലേറ്റ് ഇല്ല, പിന്നെ അത് തിന്നാനുള്ള ആൾക്കാരുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴല്ല അത് പൊരിക്കണതും ഡിപ്പ് ചെയ്യണതൊന്നും നാളെയാണ്. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഇല്ലേനു കേട്ടോ. ചോക്ലേറ്റ് ഞാൻ വാങ്ങാൻ വിചാരിച്ചിട്ടാണ് പോയത്. ബട്ട് എന്താ അവിടെ ഉള്ളത് ഈ 100-ൻ്റെതും 200-ൻ്റെതും ഒക്കെ 300-ൻ്റെ ഒക്കെ മറ്റേ ഹാർട്ട് എഡിഷനും സിൽക്കൊക്കെയാണ് ഉള്ളത്. നോർമൽ 40 റുപ്പീസിനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വാങ്ങാത്തത്. അപ്പോൾ ഇനി ഇവിടെ മാസിൻ്റെ അടുത്ത് സിൽക്കിൻ്റെ ഉള്ളിൽ മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക്, അതിൻ്റെ സിൽക്ക് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ യൂസ് ചെയ്തത് മെൽറ്റാക്കാൻ. ലാസ്റ്റ് അത് ആഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ ആഴ്ച ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മളെ ഇത്. പിന്നെ എനിക്കൊരു ഫിസിൻ്റെ മുട്ടായി തന്നിരുന്നു, അത് തിന്നണതും ഉണ്ട് കേട്ടോ. അപ്പോൾ കഷ്ടപ്പെട്ട് ഒക്കെ ക്ലീൻ ചെയ്യാണ്. ഇത്രയും വേസ്റ്റാണ് നമ്മളിൽ വന്നിട്ടുള്ളത്. ഈ വേസ്റ്റ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ആ വേസ്റ്റൊക്കെ ഞാൻ ആ കവറിലേക്ക് തന്നെ ഇട്ടിരിക്കണം. അത് നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. എന്തെങ്കിലും ബ്രെഡ് ക്രംസോ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ടാവും. നമ്മൾ കട്ട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് ആവശ്യമുണ്ടാവും. വെറുതെ കളയാൻ നിന്നിട്ടില്ല, ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ മുട്ടായ ഓളെനിക്ക് പിന്നെയും തരുന്നുണ്ട്. അതൊക്കെ കുറിച്ച് പിന്നെ ഞാൻ അവിടേക്കൊന്ന് പോയി നോക്കിയതാണ് അവർക്കൊക്കെ ഇതൊന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ. അപ്പം എന്നിട്ടൊക്കെ പാത്രം കഴിക്കണ ഇതാണ് കാണണത്. നമ്മൾ ഇനി ലാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഐ എം വെരി ഹാപ്പി. ഇനി അത് ഫ്രൈ ചെയ്യണം, പിന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യണം, ഡെക്കറേറ്റ് ചെയ്യണം. അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇനി അത് നമ്മൾ നാളെയാണ് ചെയ്യണത്. അപ്പം ഞാൻ പാത്രം കഴിക്കണത് കാണുന്നുണ്ടോ എന്നാണ് ഇനായി ചോദിക്കുന്നത് ഗൈസ്. അപ്പം നമ്മളെ പ്രിയപ്പെട്ട പാത്രം കഴുകുന്നത് ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ അതിൻ്റെ ഇടയിൽ ഡോണറ്റിൻ്റെ ഓട്ടാക്കണ എങ്ങനെയെന്ന് പഠിപ്പിച്ചും തരുന്നുണ്ട് കേട്ടോ. ഐശു ഒക്കെ കേട്ട് പഠിച്ച് വെക്കണേ. അപ്പം ഡോണറ്റ് അങ്ങനെയാണ് കുത്താന്നാട്ടോ അവൾ പറഞ്ഞത്. അപ്പം നമ്മളതാ ഒക്കെ റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഏതായാലും ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഡോണറ്റ് കാണിച്ചു തരാം. ആ ഇനായൊന്നും മാറി കിട്ടിയിട്ടെങ്കിൽ എൻ്റെ പാത്രം കേൾക്കണമെങ്കിലും കാണാമായിരുന്നു. പക്ഷേ ഇനി ഇവിടെ പിടിച്ച് മാറ്റാൻ കഴിയില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഡോണറ്റ് കുത്തുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണുന്നുണ്ടോയെന്നൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ പാത്രം ഒരു സൈഡിൽ കഴിക്കണേ, ഒരവിടെ ഡോണറ്റിൻ്റെ ഓട്ടം എങ്ങനെ ആക്കണേന്ന് പഠിപ്പിച്ചും തരുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഞാനത് എൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. എന്താ വെച്ചാൽ അവിടെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പം ഞാൻ അവിടെ ക്ലീനൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ കൊച്ചു ആഗ്രഹങ്ങൾ അങ്ങനെന്തോ പറയൂലേ, സഫലീകരണം എന്ന് പറയാം, അങ്ങനെ എന്തോ ആണ് പറയുക. സാധിക്കുന്ന ഇതാണ്. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. ഞാനവിടെ പാത്രം കഴിക്കൊണ്ട് നിൽക്കുകയാണ്. അതങ്ങോട്ട് വെച്ചു, എന്താ വെച്ചാൽ വെള്ളം തെറിക്കണ്ട വിചാരിച്ചിട്ട്. അപ്പം പാത്രമൊക്കെ കേക്ക് കഴിഞ്ഞ് അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഡോണറ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ റിവ്യൂ ചോദിക്കുകയാണ്. റിവ്യൂ പറയുന്നത് ഉണ്ടായിരുന്നു. ഡോണറ്റ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഡോണത്തിന് മധുരമില്ല, രസമുണ്ടെന്ന് പറഞ്ഞു. ഡോണറ്റ് രസമുണ്ട്. രസമുണ്ടോ? ഇത്രയുള്ളൂ. അപ്പം എല്ലാവർക്കും